144 വർഷത്തിൽ ഒരിക്കലേ നടക്കുള്ളൂ അത്, മഹാകുംഭമേള. ഞാൻ 4-5 ദിവസം കഴിഞ്ഞ് വരാമെന്നുള്ള പ്ലാനിൽ പോയതായിരുന്നു. അത് 15 ദിവസത്തോളം നീണ്ടു. എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് അവിടെ തന്നെ കിടപ്പും കാര്യങ്ങളും എല്ലാം അവിടെ തന്നെയാകുന്നു. വേറെ ഏറ്റവും കൂടുതൽ അട്രാക്ട് മഹാരാഷ്ട്രയിൽ ഒരെണ്ണമുണ്ട്, പൂനെ ഭാഗത്ത് ഒരു വീർ ഫെസ്റ്റിവൽ ഉണ്ട്. ചെറിയൊരു അമ്പലം, അതിൽ നടക്കുന്നൊരു കർഷകരുടെ ഒരു ഇതാണ്. അത് കർഷകരുടെ വിളയെടുപ്പ് സമയത്തോ അങ്ങനെ തൊട്ട് നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണത്. ചുവന്ന പൊടിയറിയയിൽ യുവ ഫെസ്റ്റ് എന്ന് പറയുന്നത് വണ്ടിപ്രാന്തന്മാർക്ക് മാത്രമായിട്ട് കൊടുത്തിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരു മരുഭൂമി നിറച്ച് വണ്ടിപ്രാന്തന്മാരാണ്. അതും ഈ അറബ്സ് ആയ കാരണം ഫണ്ട് എന്ന് പറയുന്ന കാര്യം അവർ നോക്കില്ല. 11:55 മുതൽ 12:10 വരെ വെറും ഈ പൊട്ടലും ചീറ്റലും ആയിരിക്കും. അവർ വണ്ടി വെറുതെ റേസ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഫയർ വർക്ക്സ് നടക്കുന്നുണ്ടാവും. ഞാനൊരു 15 ദിവസത്തോളം കുംഭമേളയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു, മഹാകുംഭമേളയ്ക്ക്. അത് UP പ്രയാഗ്രാജിലായിരുന്നു. അത് ഈ മഹാകുംഭ് നടന്നത് അവിടെയായിരുന്നു. 144 വർഷത്തിൽ ഒരിക്കലും നടക്കുന്ന ഫെസ്റ്റിവലാണ്. കുംഭമേള കുറേ അതിന്റെ ഇമേജസ് നമ്മൾ പബ്ലിഷ് ചെയ്തു. അത് ഈ പറഞ്ഞ പോലെ 144 വർഷത്തിൽ ഒരിക്കലേ നടക്കുള്ളൂ അത്, മഹാകുംഭമേള. അതിൻ്റെ അർദ്ധകുംഭ് ഉണ്ട്, അങ്ങനെ കുറേ വേരിയേഷൻസ് ഉണ്ട്. പക്ഷെ മഹാകുംഭ് വർഷത്തിൽ ഒന്നേ ഉള്ളൂ. വർഷത്തിലാണോ അതോ ഈ 144 വർഷത്തിൽ ഒരു വട്ടം? അതായത് ഒരു ജീവന്റെ ഒരു ആയുസിൽ ഒരു വട്ടം കാണാൻ പറ്റുള്ളൂ. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു യോഗം ഒറ്റ വട്ടം ഉണ്ടാവുള്ളൂ നമുക്ക്. അത് പോയി. ഇതില് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ കൂടുതൽ പേരും എന്ത് ചോദിച്ചെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യും. ആരെങ്കിലുമൊക്കെ കൂടെ പോകണം, അല്ലെങ്കിൽ ആരെങ്കിലും പോകുമ്പോൾ അവരൊപ്പം പോവാം. ഈ ഒരു മൈൻഡ് സെറ്റ് തന്നെയായിരുന്നു എൻ്റെയും. പക്ഷേ ഈ പറഞ്ഞ പോലെ മഹാകുംഭ് തുടങ്ങുന്നതിൻ്റെ 2 ദിവസം മുന്നെയാണ് മഹാകുംഭമേളയുടെ ഈ പ്രിപ്പറേഷൻസും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സ്റ്റോറി ആയിട്ട് കണ്ടു തുടങ്ങി നമ്മുടെ നോർത്തിലുള്ള പിള്ളേരുടെ. ഇത് കണ്ടപ്പോൾ എക്സൈറ്റ്മെൻറ്റ് കയറി. പിന്നെ ആരോട് 2 പേരോട് ചോദിച്ചു, വരുന്നുണ്ടോ ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മൈൻഡ് ഔട്ടായി. പിന്നെ എന്നാൽ ഞാനും പോകണില്ല എന്നൊരു ഇതായിരുന്നു. പക്ഷെ ഒരു ദിവസം രാത്രി, അതിൻ്റെ തലേന്ന് രാത്രി റീല് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ മഹാകുംഭിൻ്റെ ഫുൾ സെറ്റപ്ഡ് ആയിട്ടുള്ളൊരു റീല് കണ്ടു. അതായത് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ള 38 പാലങ്ങളും ഒരു ഐലൻഡ് പോലത്തെ ഒരു സ്ഥലത്താണ് ഇത് മൊത്തം അറേഞ്ച് ചെയ്തിട്ടുള്ളത്, മകാടകളും. അങ്ങനെ ഭയങ്കര ഒരു വലിയ പരിപാടിയായിട്ട് കണ്ടു. ഞാൻ അപ്പം തന്നെ ഇൻഡിഗോ ബുക്ക് ചെയ്തു, ഡൽഹിക്ക് പോയി. എക്സൈറ്റഡ് ആണ്. ആരോടും ചോദിച്ചില്ല, പറഞ്ഞൊന്നുമില്ല. ഞാൻ രാത്രി വിളിച്ച് നമ്മുടെ ഒപ്പമുള്ള പിള്ളേരോട് പറഞ്ഞു, ഞാൻ രാത്രി ഫ്ലൈറ്റ് എടുത്ത് പോവുകയാണ്, ബാക്കിയൊക്കെ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് പാക്ക് ചെയ്ത് ഒറ്റ പോക്ക്. അത് ഒരാളും ഇല്ല മലയാളികൾ. പണ്ടൊക്കെ നമ്മുടെ ചേട്ടന്മാരോ അല്ലെങ്കിൽ അമ്മാവന്മാരൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ കാശിക്ക് പോവാന്നൊക്കെ പറഞ്ഞു. ഇതേ അവസ്ഥയായിരുന്നു. കാരണം ഞാൻ വീട്ടിൽ വന്ന് കയറിയത് ഒരു 7 മണിയായപ്പോൾ ഞാൻ വീട്ടിൽ വന്നു. അമ്മ ചോദിച്ചു ഫുഡ് വേണ്ടേ ചോദിച്ചു ഒക്കെ പറഞ്ഞിട്ട് ഞാൻ റീൽ തോണ്ടായിരുന്നു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് അമ്മ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വരുന്ന നേരത്ത് ഞാൻ ബാഗ് പാക്ക് ചെയ്യില്ല. എന്നോട് എവിടേക്കാ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ കുംഭമേള നടക്കുന്നുണ്ട്, അതിന് പോവാണെന്ന് മാത്രം പറഞ്ഞു. ഒന്ന് UP വരെ പോയിട്ട് വരാം. ഇത് പറഞ്ഞതിന് ശേഷം അടുത്ത ചോദ്യം നമ്മുടെ ഇനി തിരിച്ചു വരുമെന്നായിരുന്നു. കാരണം രാവിലെയും വൈകിട്ടൊന്നും ഇതിനെ പറ്റിയിട്ടൊരു ചർച്ചയില്ല. പെട്ടെന്നാണ് പറയുന്നത് കുംഭമേളയ്ക്ക് പോവാന്ന്. ആരാ വരുന്നത്? ആരും വരുന്നില്ല. ആകെ ടെൻഷനായി എല്ലാവരും. പറഞ്ഞു പോയിട്ട് വരാം, എന്താ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൈൻഡിൽ പോയി. ഞാൻ ഇവിടുന്ന് മെസ്സേജ് അയച്ചു നോർത്തിലുള്ള പിള്ളേർക്ക്, ആരെങ്കിലും ഒക്കെ ഉണ്ടോ ആ പ്രദേശത്ത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഡൽഹിയിൽ പിള്ളേരുണ്ട്, വരാൻ നിൽക്കുന്നുണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവരോട് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഇവിടുന്ന് ഫ്ലൈറ്റ് എടുത്തു, അവിടുന്ന് അവരായിട്ട് ജോയിൻ ചെയ്തു. അങ്ങനെയാണ് നമ്മൾ പ്രയാഗ്രാജിലെത്തുന്നത്. ഒരു കുറച്ച് ഹവർ ട്രാവലുണ്ട് ഓൺ റോഡ്, ഡൽഹിയിൽ നിന്ന് പ്രയാഗ്രാജിലോട്ട്. അപ്പോൾ അവർ കാറുണ്ട് അവർക്ക്, നമുക്കിവിടെ കാറുള്ള പോലെ അവർക്ക് അവിടെ ഉള്ള കാരണം ഈ സംഭവം മൊത്തം ഈസിയാണ്. പിന്നെ അവരൊപ്പം കയറി നേരെ വിട്ടു. ഈ 15 ദിവസം നമ്മളതിനെ ലക്ഷറി ലെവലിൽ അവർ നോക്കിയത്. എല്ലാ കാര്യങ്ങളും, നേരത്തിന് ഫുഡും എല്ലാ കാര്യങ്ങളുമായിട്ട് ഭയങ്കര അതാണ് അവർ ആ ഒരു ബന്ധം നമ്മൾ നിലനിർത്തി പോകുന്ന കാരണം നമ്മൾ എവിടെ ചെന്നാലും അവരിതുപോലെ ഇങ്ങോട്ടും വന്നിട്ടുണ്ടോ? ഓ, നമ്മുടെ പുലിക്കളിക്ക് വരാറുണ്ട്, പിന്നെ മറ്റേ തൃശ്ശൂർ പൂരത്തിന് വരും, ഇനിയിപ്പോൾ അതാ വരാൻ നിൽക്കുന്നുണ്ട്, തെയ്യത്തിന് വരാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും വിളിച്ച് ചോദിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കും. അവർ വരുന്ന സമയത്തിന് വരുന്നുണ്ട്, ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബന്ധം നമുക്ക് കിട്ടും. ഇത് നമ്മൾ ഒറ്റയ്ക്ക് പോയാലേ കിട്ടൂ. നമ്മളിപ്പോൾ മലയാളികൾ 4-5 പേര് പോയി കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പായി. പിന്നെ ആ 5 പേരും ആ 5 പേരിൽ ഒതുങ്ങുന്ന ഇൻഫർമേഷൻസും പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളും. നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ എന്താ വെച്ചെങ്കിൽ നമ്മൾ ബാക്കി എല്ലാവരുമായിട്ടും കണക്റ്റ് ആവുക, കുറേ പേരായിട്ട് വൈഡായിട്ട് കണക്റ്റ് ആവും. നമുക്ക് അറിയുന്നതിലും കൂടുതൽ അവരുടെ നിന്ന് കിട്ടും. കാരണം അവർക്ക് അവിടുത്തെ പൾസ് അറിയാം. കുംഭമേളയ്ക്കൊക്കെ പോയിട്ട് നമ്മൾ ഡേ ആൻഡ് നൈറ്റ് അവിടെ ഷൂട്ടിങ് തന്നെയായിരുന്നു. എന്നുവെച്ചാൽ അവർക്കറിയാം എപ്പോഴാണ് എന്താണെന്നുള്ളതെല്ലാം അറിയാം. പിന്നെ പാസ്, നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ട്.
അവരുടെ പാസ് അടിക്കുന്നതിൻ്റെ ഒപ്പം നമ്മുടെ പാസ് അടിച്ചു. അപ്പോൾ അങ്ങനെ കുറേ ഹെൽപ്സ് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോയതാണ് കുംഭമേളയ്ക്കും. പക്ഷേ ഞാൻ 4-5 ദിവസം കഴിഞ്ഞ് വരാമെന്നുള്ള പ്ലാനിൽ പോയതായിരുന്നു. അത് 15 ദിവസത്തോളം നീണ്ടു. എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് അവിടെ തന്നെ കിടപ്പും കാര്യങ്ങളും എല്ലാം അവിടെ തന്നെ ആകുന്നു. അപ്പോൾ ഇതൊക്കെ ലൈഫിൽ കിട്ടുന്ന, ഈ പറഞ്ഞ പോലെ ഒരിക്കലും കിട്ടുന്ന ഒരു എക്സ്പീരിയൻസുകൾ മാത്രമാണ്. ഇപ്പം ഞാൻ ഹോളിക്ക് പോയത് നമ്മുടെ മലയാളി ഫ്രണ്ട്സിൻ്റെ ഒപ്പം. അതും കുംഭമേളയും വെച്ച് നോക്കുമ്പോൾ കുംഭമേളയിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കണക്ഷൻസും കുറേ ഇൻഫർമേഷൻസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിട്ടിയത്. എല്ലാം കിട്ടുന്നത് നമുക്ക് അവിടെ നിന്നാണ്. കാരണം അവിടെ പിന്നെ ഗ്രൂപ്പിസം ഇല്ല. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് അവർ കെയർ ചെയ്യുന്നതും നോക്കുന്നതും ഒക്കെ. ഇതൊന്നും ഇപ്പോൾ ഇവിടെ നടന്നാൽ കിട്ടില്ല. ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന കാര്യം അതാ, നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുണ്ടോ പോവുക, ബാക്കിയുള്ളതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. ജീവിതം മൊത്തം അങ്ങനെയാണ്. നിങ്ങൾ ആരെ നോക്കിയിട്ടായിരിക്കുന്നത്? ആരും ഇപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളാവില്ല മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ. ഇതെല്ലാം മാറിയിട്ട് പോവാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോവില്ല. അപ്പോൾ അതിൽ നല്ലത് ഒറ്റയടിക്ക് പോവുക. ഞാൻ കണ്ടുവന്നിട്ടുള്ളത് എല്ലാവരിലും ഈ അടുത്ത മാസം EMI അടയ്ക്കണം, ഈ ഒരു മൈൻഡ് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും, പണിയെടുക്കുന്നവർക്ക്. ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മുടെ നാട്ടിലുള്ള കുറേ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫേഴ്സും സ്റ്റക്കാണ്. നമുക്ക് കുറേ പേര് മെസ്സേജ് അയക്കും, എങ്ങനെ പരിപാടി, എപ്പോഴാണ് പോകാൻ പറ്റുക. ഇവരാരും ഞാൻ കണ്ടിട്ടില്ലെന്ന് ചോദിക്കൽ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതായത് എല്ലാവർക്കും ഇതൊക്കെ കാണണം, പോകണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ടിക്കറ്റ് എടുക്കണ നേരത്ത് അടുത്ത മാസം EMI ഈ ചോദ്യമാണ്. EMI ഇപ്പോൾ നമുക്കുണ്ട്, EMIയും കടങ്ങളും ബാധ്യതകളും ഒക്കെ നമുക്കുണ്ട്. പക്ഷേ അത് നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തില്ല. പോവുക, ഒറ്റയടിക്കണ്ട് പോവുക, ബാക്കി വരേണ്ടത് വെച്ച് കാണാം. അത്ര തന്നെ പോവുക, എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം ഇവിടുന്ന് ഫ്ലൈറ്റ് കയറുന്നവരെ ഈ ചിന്ത ഉള്ളൂ. അതെ, പിന്നെ നമ്മൾ അവിടെയായി. ഇവിടുന്ന് നമ്മൾ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കേരളത്തിൽ നടക്കുന്ന കാര്യത്തിനെ പറ്റി ഒരു ചിന്തയില്ല. നമ്മൾ പിന്നെ മൊത്തം അവിടെയാണ്. കാരണം പിന്നെ അവിടുത്തെ ടെൻഷനുകളാണ്. പടം കിട്ടുമോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടത്, ഇവിടുന്ന് ബസ് എടുക്കണം, ഈ വക 150 ചിന്തകളുണ്ടാവുക. അപ്പോൾ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മറക്കും. പിന്നെ EMI അതെന്തായാലും നമ്മൾ അടയ്ക്കും. കടം വാങ്ങിയിട്ടാണെങ്കിലും നമ്മൾ EMI അടയ്ക്കും. പിന്നെ ഇപ്പോൾ അതിന് ടെൻഷൻ ചെയ്തിട്ട് കാര്യമില്ല. ഇതിപ്പോൾ പോവാതിരുന്നുകൊണ്ട് നമ്മുടെ കയ്യിൽ കാശുണ്ടാവും, അതും ഇല്ല. ഇപ്പോഴും ഞാൻ കാണാറുണ്ട്, പലരും പറയുന്നത് കേൾക്കാം, അടുത്ത മാസം EMI അടിക്കാൻ കാശില്ല എന്ന്. പക്ഷേ മാസത്തിലൊരു 25 ദിവസം വർക്കുണ്ട്. ഈ അടിക്കുന്ന ടെൻഷനും അതും തമ്മിൽ വലിയ വ്യത്യാസം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇപ്പോൾ ഈ പണിയെടുക്കാൻ മാത്രമായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മളൊക്കെ ഫോട്ടോഗ്രാഫി തുടങ്ങിയത് പാഷൻ്റെ പുറത്താണ്. നമ്മൾ കണ്ട ഫോട്ടോഗ്രാഫി പാഷൻ എന്ന് പറയുന്നത് ഒരിക്കലും താലികെട്ടല്ല. താലികെട്ടിൻ്റെ ആ ഇമോഷൻ അത് വേറെയാണ്. അതല്ല നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഇമോഷൻ. അത് ഫാമിലി എന്ന് പറയുന്ന ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഇമോഷനാണ് താലികെട്ട്. ആ ഒരു സർക്കിളിൽ ഒതുങ്ങി വരുന്ന 2 ഫാമിലീസിൻ്റെയാണ്. നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഗ്രാമത്തിൻ്റെയാണ്. അപ്പോൾ ഈ കരച്ചിലും പിഴിച്ചിലും അല്ല അവിടെ മൊത്തം ഒരു ദൈവീകമായിട്ടുള്ളൊരു എക്സ്പീരിയൻസുകളാണ് പലതും, പല സ്ഥലങ്ങളിലും. ഇപ്പോൾ നമുക്കൊക്കെ പോയിട്ട് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടാണ്. ഈ പറഞ്ഞ പല സ്റ്റേറ്റിലെ ആൾക്കാരുടെ ഇമോഷൻസ് ആയ കാരണം നമ്മൾ കുറേ കണ്ട കാരണം ഇപ്പോൾ ഇവിടുത്തെ ഇമോഷൻസ് നമുക്കൊന്നും വലിയൊരു ഇത് തോന്നുന്നില്ല. പക്ഷെ ഭയങ്കര രസമുള്ള പരിപാടിയാണ് ട്രാവൽ ചെയ്യൽ. പലയിടത്തും പോയി കിടക്കണം ഒറ്റയ്ക്ക്. അപ്പോൾ നമ്മൾ ജീവിതം പഠിക്കും. ഞാനൊക്കെ അങ്ങനെ പഠിച്ചതാ ജീവിതം. കാരണം 15 ദിവസം കുംഭമേളയ്ക്ക് പോയി കിടന്നിട്ട് 16ാമത്തെ ദിവസം ഞാൻ ചോര തുപ്പിയിട്ടാണ് വന്നത്. ഫുഡില്ല. നമ്മൾ പോയ കാര്യം ഫോട്ടോ എടുക്കുക എന്നുള്ളൊരു മൈൻഡില്ല. ഫുഡ് കഴിക്കാഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. അതായത് പ്രോപ്പറായിട്ട് ഫുഡിങ് ഇല്ല. പനി വന്നു അവസാന ടൈമിൽ. പിന്നെ ഈ പറഞ്ഞ 4 മണിക്കൂർ ഇടവിട്ട് ഡോളോ ഒഴിക്കലായിരുന്നു. എങ്ങനെയെങ്കിലും 2 കാലിൽ നിന്ന് പടം എടുക്കണം, ഈ ഒരു മൈൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താ വെച്ചെങ്കിൽ പനിയൊന്നും ആ ഒരു നേരത്തെ ഒരു ചിന്തയിൽ പനിയൊന്നും ഇല്ല. നമ്മൾ 4 മണിക്കൂർ ഇടവിട്ട് ഡോളോ ഒഴിക്കും, നേരെ ഇറങ്ങും, ഒരു സ്ട്രിപ്പ് എടുത്ത് വെച്ചിട്ട് ഇതിന് പോക്കായിരുന്നു പണി. പിന്നെ കുംഭമേളയുടെ ലാസ്റ്റ് ദിവസം സ്നാനമുണ്ട്. അതായത് കുറച്ച് ഡേറ്റുകളിലാണ് സ്നാനം വരിക. 4-5 സ്നാനങ്ങൾ വരുന്നുണ്ട്. ഈ സ്നാനങ്ങളിലാണ് ഈ സന്യാസിമാർ അല്ലെങ്കിൽ അഘോരികൾ ഇവിടെ വന്നിട്ട് കുളിക്കുക. എല്ലാ ദിവസവും ഇവർ കുളിക്കില്ല. വന്നിട്ട് ഈ സ്നാനത്തിൻ്റെ പ്രത്യേക ദിവസങ്ങളിലാണ് ഇവരൊന്ന് കുളിക്കുക. അതിൻ്റെ ഒരു ആംബിയൻസ് വേറെയാണ്. കാരണം അന്ന് എല്ലാ അഗാഡകളിൽ നിന്നും, ഈ അഗാഡകളാണ് ഈ സന്യാസിമാരുടെ വീട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഇവിടുന്ന് എല്ലാവരും രാവിലെ പുലർച്ചെ 2 മണിക്ക് ഇറങ്ങും, നേരെ പോയിട്ട് മുങ്ങി കുളിക്കും. അപ്പോൾ ആ മുങ്ങി കുളിക്കുന്നതിൻ്റെയൊക്കെ പടങ്ങൾ ഭയങ്കര രസമുള്ള പടമാണ്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഈ 2 മണിക്ക് നമ്മളവിടെ പോയിരിക്കും. അന്നത്തെ ദിവസങ്ങളാണെങ്കിൽ നല്ല കൊടും തണുപ്പും. നമുക്കിതൊന്നും അറിയില്ല. ഇനി പോകുന്ന പിള്ളേർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാം. അതായത് അന്നത്തെ ദിവസം തണവുണ്ടാവും, ജാക്കറ്റ് കൈ പിടിച്ച് പോയാൽ മതി എന്നുള്ളത് പറയാൻ അറിയാം.
നമ്മൾ പോകുമ്പോൾ നമുക്കതറിയില്ലേ. പക്ഷെ ജിതിന് ജാക്കറ്റ് ഒരു പ്രശ്നമല്ലല്ലോ, കാരണം ജിതിനെ ഞാനൊരു ഹാഫ് സ്ലീവ് ഇട്ടിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഇല്ല, ഞാൻ ഇതുകൊണ്ടാണ് ഹാഫ് സ്ലീവ് ഇടാത്ത. ഫെസ്റ്റിവൽസിന് പോകുമ്പോൾ ഒരിക്കലും ഞാൻ ഹാഫ് സ്ലീവ് ഇടില്ല. ഞാൻ അങ്ങനത്തെ ഒരു സാധനം യൂസ് ചെയ്യില്ല. ഞാൻ ജിതിനെ ആദ്യം കാണുന്ന സമയം തൊട്ട് ഈവൻ ഫുൾ സ്ലീവ്സ് ഓരോ പോസ്റ്റിലും അല്ലെങ്കിൽ വേറെ ഏത് ഇവന്റിന് കണ്ടാലും ഈവൻ വഴിയെ വെച്ച് കണ്ടാലും സ്റ്റാറ്റസ് സ്റ്റോറി എല്ലാത്തിലും ഞാൻ അങ്ങനെ ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് പലപ്പോഴും, ഇതിന് മാത്രം ഫുൾ സ്ലീവിന്റെ കളക്ഷൻ ജിതിനെ എവിടുന്ന്. ഞാൻ എപ്പോഴും ഫുൾ സ്ലീവ്സ് മാത്രം യൂസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഹാഫ് സ്ലീവ്സ് ഭയങ്കര ഒരു കംഫർട്ടബിൾ അല്ല എനിക്കത്. പിന്നെ എന്താ വെച്ചെങ്കിൽ ഇത് തന്നെയാണ്, ഓരോ ഫെസ്റ്റിവൽസിന് പോയാലും നമുക്കറിയില്ല നമ്മൾ തിരിച്ചു വരുന്ന എപ്പോഴാന്ന്. രാത്രികളായി കഴിഞ്ഞാൽ തണവാ, ബെയർ ചെയ്യാൻ പറ്റില്ല നമുക്കത്. അങ്ങനത്തെ തണവുണ്ടായിരിക്കുക. കുംഭമേളയ്ക്കൊക്കെ പോയിട്ട് ഈ പറഞ്ഞ പോലെ അത് അന്നും ഫുൾ സ്ലീവ് തന്നെ ഉണ്ടായിരുന്നേ, പക്ഷെ ഒരു തിൻ ക്ലോത്ത് ആയിരുന്നു. നമുക്കറിയില്ലല്ലോ തണവിൻ്റെ കേസ്. നമ്മൾ പോയി മീഡിയ പാസ് കിട്ടിയ കാരണം മുകളിലൊരു ടെൻറ്റിൻ്റെ മുകളിൽ കയറി അവിടെ കിടന്നു. 2 മണി 2:30 ആയപ്പോൾ പിന്നെ തണവടിച്ചു തുടങ്ങി. അതിലങ്ങോട്ട് ചുരുണ്ടു, പനിയും ഇതെല്ലാം കൂടി അടിച്ചു. അവസാനം ചോര തുപ്പി. പിന്നെ മനസ്സിലായി പോവാ സമയമായി. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഞാനും അൻവറും ഉണ്ടായിരുന്നു, അൻവർ സാദത്ത് അവനും ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ട്രെയിൻ എടുത്തു. അൻവർ ഉണ്ടായിരുന്നു, അൻവറും വിനീതേട്ടനും ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ലാസ്റ്റാണ് അവിടെ വെച്ചിട്ട് കണ്ടേ. CK ആ ടൈമിലാണ് വന്നിട്ടുണ്ടായിരുന്നു അവിടെ. CKയുടെ ഒരു റിപ്പോർട്ടറുടെ ഒരു വിവാദം ഉണ്ടായപ്പോഴാണ് ഞാൻ അറിഞ്ഞേ ഇയാൾ ഇവിടെ ഉണ്ട് എന്ന്. അപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചു. അങ്ങനെ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഞങ്ങൾ കണ്ടത് അവിടെ നിന്ന്. അപ്പോൾ ഇങ്ങനൊരു ഗുണമുണ്ട്, നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയണവരുണ്ടാവും. നമ്മൾ ഇവരൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പോവില്ല. നമ്മളവിടെ ചെന്നിട്ടുള്ളവർ മതി. നമ്മളാരും വിളിച്ച് കൂട്ടി എഴുന്നള്ളിച്ച് പോകുമെന്ന് നടക്കുന്ന കാര്യമല്ല. നമ്മൾ പോവുക. കേരളം വിട്ട് കഴിഞ്ഞാൽ ഏത് സ്റ്റേറ്റിലാണ് ജിതിന് ഫോട്ടോ എടുക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം? ഇപ്പോൾ കുംഭമേള അല്ലെങ്കിൽ UP, പിന്നെ UP സൈഡ് പറഞ്ഞ പോലെ ഒരുപാടുണ്ട് ഫെസ്റ്റിവൽ ടൈമുകളായി കഴിഞ്ഞാൽ. വേറെ ഏറ്റവും കൂടുതൽ അട്രാക്ട് മഹാരാഷ്ട്രയിൽ ഒരെണ്ണമുണ്ട്, പൂനെ ഭാഗത്ത് ഒരു വീർ ഫെസ്റ്റിവൽ ഉണ്ട്. ചെറിയൊരു അമ്പലം, അതിൽ നടക്കുന്നൊരു കർഷകരുടെ ഒരു ഇതാണ്. അത് കർഷകരുടെ വിളയെടുപ്പ് സമയത്തോ അങ്ങനെ തൊട്ട് നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണത്. ചുവന്ന പൊടി അറിയാതിൽ റെഡ് ഫെസ്റ്റിവൽ. അത് മൊത്തം ഒരു റെഡിന്റെ കളിയാണ് മൊത്തത്തിൽ. പക്ഷേ റെഡ് പിന്നെ നമ്മുടെ പക്ഷെ അത് പൊടിയെക്കാട്ടും കൂടുതൽ എന്താന്ന് വെച്ചാൽ ഫുൾ ഫാമിലീസ് ആയിരിക്കും. സ്ത്രീകളും കുട്ടികളും അച്ചാച്ചന്മാരും അച്ഛന്മാരും എല്ലാവരും ഉണ്ടാവും അവിടെ. ഫുൾ കർഷകന്മാരുടെ ഒരു ഉത്സവമാണത്. ഭയങ്കര ഇമോഷൻ വിതർന്നൊരു സ്ഥലമാണ്. എനിക്ക് ഭയങ്കര. ഏത് വർഷം പോയി അവിടെ? ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഉണ്ടായത്. ഇപ്പോൾ ഗോകുലും രാഹുൽ രവിയും ടിക്കറ്റ് ബുക്ക് ചെയ്തു പോകാൻ വേണ്ടിയിട്ട്. ഞാനാണ് ബുക്ക് ചെയ്ത് കൊടുത്തത്. പിന്നെ ഇരിപ്പോരുന്നില്ല. പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ട്, അവരെന്തായാലും പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഞാൻ മാത്രം ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ? ലാസ്റ്റ് മിനിറ്റ് ഞാനും ബുക്ക് ചെയ്തു, സെയിം ഫ്ലൈറ്റിന് ഞാനും കയറി. ഞങ്ങൾ 3 പേരും കൂട്ടി പോയി. അപ്പോൾ അങ്ങനെ പോയിട്ട് വിറ്റ്നസ് ചെയ്തൊരു ഫെസ്റ്റിവലായിരുന്നു അത്. ഭയങ്കര ഇതാണ്, ഇമോഷൻസാണ്. എവിടെ നോക്കിയാലും സന്തോഷത്തിൻ്റെ നമുക്കൊരു സങ്കടം അറിയില്ല അവിടെ പോയി കഴിഞ്ഞാൽ. എല്ലാവരും ഭയങ്കര ജോയ്ഫുള്ളാണ്, സെലിബ്രേഷൻസാണ്. ഫുള്ള് വൈറ്റ് ഇട്ടിട്ടാണ് വരിക എല്ലാവരും. പിന്നെ അതിൽ റെഡ് വെച്ചിട്ടുള്ള കളിയാണ്. ആകെ റെഡ് എറിഞ്ഞ് നമ്മൾ ക്യാമറനെ നമ്മൾ ശ്രദ്ധിക്കും, റാപ്പ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ ഓർക്കുന്നുണ്ട് അന്നത്തെ സ്റ്റോറീസ് ഒക്കെ. ഇത് തന്നെയാണ് നമുക്ക് പരിപാടി. രാത്രി വരിക, റാപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് പ്ലാസ്റ്റിക് റാപ്പ് ചെയ്യുക, പിറ്റേ ദിവസം സെല്ലോ ടൈപ്പ് ചെയ്യും ഫുള്ള്. പക്ഷെ അവിടെ എത്തുമ്പോൾ ഇതൊക്കെ പോവും. കാരണം നമ്മൾ ഈ ഷട്ടർ നീക്കുന്നതും ബട്ടൺ അമർത്തുമ്പോഴൊക്കെ ഇത് അങ്ങോട്ടും കൂടെ ഒക്കെ ആയിട്ട് പോവും. പിന്നെ രാത്രി വരും, എയർ ബ്രഷ് എടുക്കുക, ക്ലീൻ ചെയ്യാതിരിക്കുക. പക്ഷെ ഇതൊക്കെ ഭയങ്കര രസമാണ്. നമുക്ക് കുറേ എന്തോ കിട്ടിയ പോലെ നമ്മൾ തിരിച്ചു വരിക. ഇപ്പം നമുക്ക് ഫോട്ടോസ് കിട്ടിയില്ല ഉണ്ടോ എന്നുള്ളതല്ലെങ്കിലും അവിടെ പോയിട്ട് അത് വിറ്റ്നസ് ചെയ്ത് വരുന്നൊരു സമയമുണ്ടല്ലോ, അത് ഭയങ്കര ഹാപ്പിനെസ്സിൽ നമ്മൾ തിരിച്ചു വരിക. ലൈക്ക് ഫുള്ളി ലോഡഡ് ആയിരിക്കും നമ്മൾ ഹാപ്പിനെസ്സോട് കൂടിയിട്ട്. അങ്ങനത്തെ ഒരു ഇമോഷൻസാണ് നമുക്ക് കൾച്ചറൽ പരമായിട്ട് കിട്ടുന്നത്. അത് നമുക്ക് വേറെ എവിടെയും കിട്ടിയിട്ടില്ല. പിന്നെ ഈ ഫാഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ചെയ്യുന്നതൊക്കെ, ഓട്ടോമൊബൈലൊക്കെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള സൈഡാണ്. വണ്ടിപ്രാന്ത് ഉള്ളൊരു ടൈപ്പാണ്. അപ്പോൾ ആ ഒരു സൈഡ് വേറെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ചെയ്യുന്നതാണത്. അതെൻ്റെ വേറെ പ്രാന്ത്. അതെ, അത് വേറെ പ്രാന്തുകളിൽ ഒരെണ്ണമാണ് അത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണത്. അത് ഈ പറഞ്ഞ പോലെ ഇവിടെ അങ്ങനെ കുറവാണ്. കൂടുതലും ദുബായ് അവിടെ പോകുമ്പോഴാണ് നമുക്ക് ഈ സാധനം കിക്ക് ചെയ്യുക. കാരണം അവിടെ അങ്ങനെയാണ്. ലക്ഷറി കുറഞ്ഞൊരു വാക്കില്ല ദുബായ് എന്ന് പറയുന്ന സ്ഥലത്ത്. ന്യൂ ഇയറിന്റെ അന്നത്തെ ഫോട്ടോ, ലിവ ഫെസ്റ്റ്, അതും ഇതുപോലെ എല്ലാവരും ഫയർവർക്സ് വൈഡ് ആയിട്ടുള്ള ഫ്രെയിംസ് ഒക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾ ആരോട് ചോദിച്ചാലും എല്ലാവർക്കും ആഗ്രഹം ബുർജ് ഖലീഫയിലെ
ആ ഒരു ഫയർ വർക്ക്സ് കാണണം, ഇതാണ് എല്ലാവർക്കും ആഗ്രഹം. അതാണല്ലോ ഇപ്പോൾ എല്ലാവരും കണ്ടിട്ടുള്ളൊരു സംഭവം. ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു. ഞാൻ അന്വേഷിച്ചറിഞ്ഞ് ഇതേപോലെ നമ്മൾ എവിടെ പോയാലും ഈ പരിപാടി ഉള്ള കാരണം ലോക്കൽ പരിപാടികളെ അന്വേഷിച്ച് പോയപ്പോഴാണ് നമ്മൾ ഇങ്ങനൊരു ലിവ ഫെസ്റ്റിൻ്റെ അന്നത്തെ ദിവസം നടക്കുന്നൊരു പ്രോഗ്രാമിനെ പറ്റി അറിഞ്ഞത്. കാരണം ലിവ ഫെസ്റ്റ് എന്ന് പറയുന്നത് വണ്ടിപ്രാന്തന്മാർക്ക് മാത്രമായിട്ട് കൊടുത്തിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരു മരുഭൂമി നിറച്ച് വണ്ടിപ്രാന്തന്മാരാണ്. അതും ഈ അറബ്സ് ആയ കാരണം ഫണ്ട് എന്ന് പറയുന്ന കാര്യം അവർ നോക്കില്ല. സൈലൻസറുകൾ വണ്ടിയിൽ ലോഡ് ചെയ്തിട്ട് അവർ വരിക. കാരണം പുറത്ത് സൗണ്ടിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇവരെന്ത് ചോദിച്ചെങ്കിൽ സൈലൻസേഴ്സ് ലോഡ് ചെയ്ത് വരും, അവിടെ വന്നിട്ട് അവർ തന്നെ അഴിച്ചു മാറ്റി സൈലൻസർ ഫിറ്റ് ചെയ്യും. 11:55 മുതൽ ആകെ ഒരു പൊട്ടലും ചെയ്തിട്ടില്ല അവിടെ. അതായത് നമുക്ക് ഒരു വസ്തു നമ്മൾ കേൾക്കില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ലിവ ഫെസ്റ്റ് പോകുന്നത്. വളരെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ദുബായ് ഫയർ വർക്ക്സിന് ശബ്ദമില്ല. അതങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ മറ്റേ ഉത്രാളിക്കാവ് വെടിക്കെട്ടൊക്കെ കണ്ടു പോകുന്ന ഒരാളാണെങ്കിൽ അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത് എന്ത് നേരം കൂടെ ചോദിക്കും. അങ്ങനെയുള്ള ഒരാൾക്ക് പോകാൻ പറ്റിയ സ്ഥലമാണ് ലിവ. കാരണം ഒരു 11:55 മുതൽ 12:10 വരെ വെറും ഈ പൊട്ടലും ചീറ്റിലും ആയിരിക്കും. അവർ വണ്ടി വെറുതെ റേസ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഫയർ വർക്ക്സ് നടക്കുന്നുണ്ടാവും. അതിൻ്റെ ഇടയിൽ പോയി നിന്നിട്ട് ഇതിന് കാണുമ്പോഴൊരു സുഖമുണ്ടല്ലോ. ഒരു വണ്ടിപ്രാന്തൻ എന്നുള്ളൊരു ലെവലിൽ നമുക്ക് ഭയങ്കര ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഇപ്രാവശ്യം പോയി പിടിക്കാൻ പറ്റും. ഞാൻ ബുർജ് ഖലീഫ വിട്ടിട്ട് ആ ഒരു സൈഡിലോട്ട് പോയി. അബുദാബിയിലാണ് നടക്കുന്നത്. ഒരു 6 hours ഡ്രൈവ് ഉണ്ട് ദുബായിൽ നിന്ന് അബുദാബി. ഒറ്റയടിക്ക് പ്രാന്തമുള്ള എല്ലാവരും കയറ്റി എടുത്തിട്ട് പോയി വിറ്റ്നസ് ചെയ്ത പരിപാടി. അപ്പോൾ എന്താ വെച്ചെങ്കിൽ ഇതേപോലെ ലോക്കൽ ഇവൻറ്റ്സ് കുറേ ഉണ്ട് അവിടെ, അറിയുന്നില്ല ആരും. ക്യാമലിൻ്റെ ഫെസ്റ്റ് ഉണ്ട്, ക്യാമലിൻ്റെ ഓട്ടം, ക്യാമൽ റേസ് നടക്കുന്നുണ്ട്. ഇങ്ങനത്തെ കുറേ പരിപാടി നടക്കുന്നുണ്ട്. വളരെ കുറച്ച് പേർക്ക് ഇതിനെപ്പറ്റി അറിയുള്ളൂ. ഇതേപോലുള്ളൊരു സംഭവമാണ് അവിടെ. ഈ ഒട്ടകങ്ങളെ കുളിപ്പിക്കുന്നൊരു പരിപാടിയുണ്ട്. റാസൽ ഗെയിമ എന്ന് പറയുന്ന സ്ഥലത്ത് ഒട്ടകങ്ങളെ കുളിപ്പിക്കും. നല്ല രസമുള്ള പരിപാടിയാണ്. അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടോ? ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഫോട്ടോസ് അധികം പുറത്തു പോയിട്ടില്ല. അതിൻ്റെ ഒന്നും നമുക്ക് വേണ്ടൊരു ഫോട്ടോ ഇപ്പോഴും കിട്ടിയിട്ടില്ല. അത് കാരണം ഇപ്പോഴും എല്ലാം പെൻഡിങ്ങാണ്. അപ്പോൾ ഇവരെന്താ വെച്ചെങ്കിൽ ഒരു കടലാണ്. കടലിൻ്റെ ഒരു ഭാഗം നല്ല ക്ലീൻ വെള്ളമാണ്. അതായത് നമ്മൾ മുങ്ങി നോക്കിയാൽ കറക്റ്റ് കാണാം അടിയിൽ എന്താണെന്ന്. അങ്ങനത്തെ വെള്ളത്തിലാണ് ഈ ഒട്ടകങ്ങളെ കൊണ്ടുപോവുക. അവിടെ വെച്ച് കുളിപ്പിക്കുന്നതാണ് സംഭവം. പക്ഷേ ഭയങ്കര ഒരു പ്രത്യേകത. നമ്മൾ കാണുന്ന ദുബായി അല്ല. നമ്മൾ കണ്ടിട്ടുള്ള ദുബായ് മോഡേൺ സംഭവങ്ങളൊക്കെ ആണെങ്കിലും ഇവർക്കൊരു കൾച്ചറൽ സൈഡ് ഉണ്ട്. അത് ഭയങ്കര രസമുള്ള സ്ഥലമാണ്. ഒട്ടകങ്ങളെ കുളിപ്പിക്കുന്നതും അവരുടെ ആ പഴയ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു അർബാബ്മാരും അവരുടെ പണിക്കാരും വരുന്നു, ഈ ഒട്ടകങ്ങളെ ഇറക്കി കുളിപ്പിക്കുന്നു, തിരിച്ചു കൊണ്ടുപോകുന്നു. അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ ഭയങ്കര രസമുള്ള ലൈക്ക് കൾച്ചറലി ഒതൻറ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. അങ്ങനത്തെ കുറേ എക്സ്പീരിയൻസ് ഇനിയും ദുബായിൽ കിടക്കുന്നുണ്ട് കാണാൻ. ഞാൻ ഇതേപോലെ ഷൈജിത്തേട്ടൻ്റെ ഒരു പടം കണ്ടിട്ടാണ് ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ടെന്ന് തന്നെ അറിയുന്നത് ദുബായിൽ. ഇതന്നെയാണ് റെഫറൻസ് തന്നെയാണ് നമുക്കെല്ലാം. ആരെങ്കിലും എടുത്ത പടം കാണും, ലൊക്കേഷൻ ടാഗ് നോക്കുന്നു, അങ്ങോട്ട് തിരിക്കുന്നു, എക്സ്പീരിയൻസ് ചെയ്യാൻ. കാരണം നമ്മൾ എത്രയും പെട്ടെന്ന് പോകുന്നോ അത്രയും ഒതൻറ്റിക് ആയിട്ട് ഇത് കാണാൻ പറ്റും. വൈകുന്തോറും ഈ പറഞ്ഞ പോലെ റെസ്ട്രിക്ഷൻസ് കയറും, കുറേ പ്രശ്നങ്ങൾ കയറും. നമുക്ക് ഒതൻറ്റിസിറ്റി പോവും ആ ഒരു ഇവൻറ്റിൻ്റെ. അതാണ് പ്രശ്നം.